പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് നെഗറ്റീവ്സ്, മെയിൻലി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വലിപ്പമുള്ള റേഡിയേറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സീറ്റിൻ്റെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട്, കംഫർട്ടിൻ്റെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ സീറ്റിൻ്റെ അടിഭാഗത്ത് സീറ്റിംഗ് പോസ്ചർ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസാണ്. ക്രൂസ് കൺട്രോളിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി ഒരു 50 കിലോമീറ്റേഴ്സ് എബോവ് മിനിമം വേണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ RTR 310 ബൈക്കിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ്. അതൊരു യൂസർ റിവ്യൂ ആണ്, അല്ലാതെ ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ബൈക്കൊന്നുമല്ല. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ബൈക്കാണ്. ഇപ്പോൾ ഏകദേശം 8000 കിലോമീറ്റേഴ്സ് എബോവ് കവർ ചെയ്തിട്ടുണ്ട്. 3rd സർവീസ് നെക്സ്റ്റ് വീക്കാണ്. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസും ഇതിനെനിക്ക് നെഗറ്റീവായി തോന്നിയ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തോന്നിയുള്ള കാര്യങ്ങളും ആൻഡ് ബാക്കിയെല്ലാം എനിക്ക് ഈ വണ്ടിയുടെ പറ്റിയുള്ള അഭിപ്രായം, ഈ വണ്ടി ഇനി പുതിയതായിട്ട് വാങ്ങിക്കാൻ പോകുന്നവരോട് പറയാനുള്ളത്, ഇതെല്ലാമാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. സോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വണ്ടിയുടെ പേപ്പർ സ്പെക്കൊന്നും ഞാൻ പറയുന്നില്ല. പേപ്പറിൽ കാണുന്ന സ്പെക്കിനെ കുറിച്ചൊന്നും പറയാൻ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. BHP ടോർക്ക് കാര്യങ്ങളെ പറ്റിയൊന്നും കൂടുതലായിട്ട് പറയാൻ എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷേ ഒരു നോർമൽ യൂസർ എന്ന നിലയിൽ ഒരു സാധാരണക്കാരൻ ബൈക്ക് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, അതെല്ലാം തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ബൈക്കാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അല്ലാതെ ഇതിൻ്റെ ടോർക്ക് അല്ലെങ്കിൽ ഇത്ര RPM ഇത്രയും പവർ കിട്ടും എന്നൊന്നും പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പേപ്പറിലുണ്ടാവും, അതൊക്കെ എവിടെ നോക്കിയാലും കിട്ടുന്നതാണ്. പക്ഷേ ഒരു യൂസർ റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. സോ ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം വണ്ടിയുടെ പോസിറ്റീവ്സിലോട്ടൊക്കെ പോകാം. ആദ്യം എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ മെയിനായിട്ടുള്ളത് ഇതിൻ്റെ സീറ്റിംഗ് പോസ്റ്ററാണ്. എനിക്കിതിൻ്റെ സീറ്റിംഗ് പോസ്റ്റർ അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. ഫ്രണ്ട് സീറ്റ് അത്യാവശ്യം അടിപൊളിയാണ്. പില്ലിയൺ സീറ്റ് അത്ര അടിപൊളിയല്ല. കാരണം പില്ലിയൺ ഇരുന്നിട്ട് അത്യാവശ്യം ഡിസ്കംഫർട്ടായിട്ടാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ബാക്കിൽ ഇരുന്നിട്ടുള്ള എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ റൈഡിങ് സീറ്റ് അടിപൊളിയാണ്. നമുക്ക് അത്യാവശ്യം ദൂരം യാത്ര ചെയ്യുമ്പോഴും നോർമലി എല്ലാ ബൈക്കുകളിലും ഒരു പരിധിയിൽ കൂടുതൽ കിലോമീറ്റേഴ്സ് യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഇതിനും ഉള്ളൂ. അല്ലാതെ സീറ്റിൻ്റെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട്, കംഫർട്ടിൻ്റെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ സീറ്റിൻ്റെ അടിഭാഗത്ത് അത്യാവശ്യം ഗ്യാപ്പുണ്ട്. അത് ഞാൻ നെഗറ്റീവ്സ് പറയുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ സീറ്റ് കംഫർട്ടും അതുപോലെ തന്നെ സീറ്റിംഗ് പോസ്റ്ററും അടിപൊളിയാണ്. ഒരു കൂടുതൽ ലീനായിട്ടിരിക്കുന്ന ഒരു പരിപാടിയല്ല. നോർമലി ഒരു കമ്മ്യൂട്ടർ ബൈക്കിലൊക്കെ ഇരിക്കുന്നൊരു പോസ്റ്ററേ ഫീൽ ചെയ്യത്തുള്ളൂ. സ്പോർട്ട് ബൈക്കിൻ്റെ ഒരു ലുക്കാണെങ്കിലും നമുക്കൊരു കമ്മ്യൂട്ടർ ബൈക്കിലിരിക്കുന്ന നമുക്ക് ബാക്ക് പെയിനോ അങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. എൻ്റെ കൂടെ തന്നെ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഹിമാലയനാണ്. അപ്പോൾ ഹിമാലയനിൽ ഇരുന്നിട്ട് ഹിമാലയനേക്കാൾ കുറച്ചുകൂടെ ഒരു ഫ്രണ്ടിലോട്ട് ബെൻഡ് ആവുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ കൂടുതൽ നമുക്ക് ബാക്കിലോട്ട് പെയിനോ അല്ലെങ്കിൽ ബാക്കിലോട്ട് സ്ട്രെസ്സോ വരുന്ന രീതിയിലുള്ളൊരു പോസ്റ്റർ അല്ല ഇതിന് വരുന്നത്. സീറ്റിംഗ് പോസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസാണ്. ഒരു രക്ഷയില്ലാതെ ത്രോട്ടിൽ റെസ്പോൺസാണ്. ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നേ യൂസ് ചെയ്തിട്ടുള്ളത് RTR 200 ആയിരുന്നു. അതിൻ്റെ ആണെങ്കിൽ ഇനീഷ്യൽ പവർ അടിപൊളിയാണ്. TVSൻ്റെ അപ്പാച്ചെ സീരീസിന് ആദ്യം മുതലേ വരുന്നത് വണ്ടികൾ തന്നെ ത്രോട്ടിൽ റെസ്പോൺസ് ഭയങ്കര അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെയാണ് 200നും ത്രോട്ടിൽ റെസ്പോൺസ് അടിപൊളിയായിരുന്നു. പക്ഷേ അതിന് ടോപ്പ് എൻഡും മിഡ് വരെ വലിയ കുഴപ്പമില്ല. പക്ഷേ ടോപ്പ് എൻഡ് വരില്ല. 200cc ആണെങ്കിലും ഒരു 150cc ഇപ്പോൾ MT അല്ലെങ്കിൽ R15 ഒക്കെ വെച്ച് നോക്കുമ്പം അതിൻ്റെ ഒരു ഹൈ എൻഡ് ഒന്നും വരില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. പക്ഷേ പക്ഷേ ഇതിൻ്റെ ടോപ്പ് എൻഡ് അടിപൊളിയാണ്, മിഡ് അടിപൊളിയാണ്, അതുപോലെ തന്നെ ലോ എൻഡും സൂപ്പറാണ്. കാരണം അത്രയും കിടിലൻ ത്രോട്ടിൽ റെസ്പോൺസ് ആണ്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ വണ്ടി കയറിപ്പോവും. അതിലൊരു ലാഗോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നല്ല രീതി ഇപ്പോൾ ഒരു 6th പോകുന്നതെങ്കിൽ 6th തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ വണ്ടി സ്പീഡ് എടുത്തോളും. അല്ലാതെ ഓവറായിട്ട് ഗിയർ ഡൗൺ ചെയ്തിട്ട് സ്ട്രെസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല.
ഷോർട്ട് ഗിയറിംഗ് ആണ് വരുന്നത് വണ്ടിക്ക്. പെട്ടെന്ന് ഇവിടുത്തെ ഗിയർ ചേഞ്ച് വേണം എന്ന് വെച്ചാൽ വണ്ടി സ്പീഡ് എടുക്കുകയാണെങ്കിൽ തന്നെ ഐ മീൻ 1 to 6 ഗിയറിലേക്ക് നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണം. വണ്ടി നമ്മളിപ്പോൾ ഫസ്റ്റിലിട്ടൊരു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വണ്ടി നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് ഗിയർ ചേഞ്ച് ചെയ്യാൻ തോന്നും. കാരണം അത്രയും പെട്ടെന്ന് വണ്ടി സ്പീഡിലോട്ട് എത്തുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ തുടങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ സെക്കൻഡ് തേർഡൊക്കെ ആയിട്ട് നമ്മൾ സ്പീഡായിട്ട് തന്നെ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ വണ്ടിയുടെ ഒരു ക്യാരക്ടർ. അല്ലാതെ നമുക്ക് ഒരുപാട് സെയിം ഗിയർ തന്നെ റിങ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഗിയർ മാറ്റേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ സ്പീഡ് എടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഗിയർ ചേഞ്ചിങ് ആണ്. ഈ വണ്ടിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഗിയർ ഡൗൺ അത്ര പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം 6th ഗിയറിൽ നമുക്കൊരു 40-45 കിലോമീറ്റർ സ്പീഡിലൊക്കെ പതിയെ കൂളായിട്ട് പട്ടും പാടി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. പെട്ടെന്ന് ആ 6th ഗിയറിൽ തന്നെ നമുക്കൊരു 40 വരെയൊക്കെ നമുക്ക് പോകാം. പിന്നെ അതുമല്ല ഇതിൻ്റെ 5 മോഡാണ് വരുന്നത്. മോഡുകളെ പറ്റി ഞാൻ പറയാം. ഇപ്പം അതിൻ്റെ അർബൻ മോഡിലൊക്കെ ആണെങ്കിൽ തന്നെ അർബൻ മോഡിൽ റെയിൻ മോഡിൽ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ ക്ലച്ച് യൂസ് ചെയ്തിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടി അത്യാവശ്യം സ്പീഡിൽ പോകും. ഇപ്പോൾ 6th ഗിയറിൽ എനിക്ക് തോന്നുന്നു ഒരു 38-40 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി മൂവ് ആയിക്കോളും. ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം റിലാക്സ് ആയിട്ട് പോകുന്ന സമയമാണെങ്കിൽ നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചുമ്മാ ക്ലച്ച് വിട്ടാൽ മാത്രം മതി, വണ്ടി പതിയെ അങ്ങ് നീങ്ങി പൊക്കോളും. പിന്നെ ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിൽ വേറൊരെണ്ണമാണ് ഈ ഹെഡ്ലൈറ്റ് ലുക്കാണെങ്കിലും അടിപൊളിയാണ്. പക്ഷെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ലൈറ്റിങ് സൂപ്പറാണ്. കാരണം ഡുവൽ LED ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ലൈറ്റാണ്. TVSൻ്റെ വണ്ടികൾക്ക് ഹെഡ്ലൈറ്റ് അല്ലെങ്കിലും പൊതുവേ നല്ല പവറാണ്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള 200cc RTR 200 ആണെങ്കിലും ഹെഡ്ലൈറ്റ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇതും അതുപോലെ തന്നെയാണ്. അടിപൊളി ഹെഡ്ലൈറ്റാണ്. ഡിമ്മാണെങ്കിലും ബ്രൈറ്റ് ആണെങ്കിലും സൂപ്പർ ഹെഡ്ലൈറ്റാണ്. നമുക്ക് വേറൊരു ഓക്സിലറി ലൈറ്റിൻ്റെ ആവശ്യമൊന്നും വരില്ല. ഇപ്പോൾ ഒരു ലോങ് ടൂറിങ് ആണെങ്കിൽ പോലും ഒരു ഓക്സിലറി ലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അത്രയും പവർഫുൾ LEDs ആണ് ഇതിന് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആൾസോ LED ആണ് വരുന്നത്. അത്യാവശ്യം ഒരു ഭംഗിയുള്ള രസത്തിലുള്ളൊരു ടൈപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടെയിൽ ആണ്. ഇതിൻ്റെ നമ്പർ ബോർഡിലേക്കുള്ള ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ വരുന്ന ടയർ ഹഗ്ഗറിലാണ്. അതുകൊണ്ട് തന്നെ ടെയിൽ അഡീഷണൽ ചെയ്യേണ്ട കാര്യമില്ല. NS ആണെങ്കിലും ഡ്യൂക്ക് ആണെങ്കിലും ഒക്കെ മുകളിൽ നിന്നുള്ള ടെയിൽ കട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത്യാവശ്യം അങ്ങനെ തന്നെയാണ് കമ്പനി വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു ബാക്ക് ലുക്ക്. പിന്നെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അത്യാവശ്യം ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. അതിൽ റൈഡേഴ്സിന് കംഫർട്ടായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ക്വിക്ക് ഷിഫ്റ്റർ. അത്യാവശ്യം ബട്ടർ സ്മൂത്ത് ആയിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്ററാണ്. നമുക്ക് ക്ലച്ച് പിടിച്ചിട്ടുള്ള ആ ഒരു സ്ട്രെസ്സോ കൈക്കൊരു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. അത്യാവശ്യം കൂളായിട്ട് ബട്ടറി സ്മൂത്തായിട്ട് ഗിയർ ഡൗണും ചെയ്യാൻ പറ്റും, അപ്പും ചെയ്യാൻ പറ്റും. ക്ലച്ച് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ത്രോട്ടിൽ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ അഡ്വാൻറ്റേജ് ആണത്. നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആക്സിലേറ്റർ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ചുമ്മാ ഗിയർ അങ്ങ് മുകളിലോട്ട് തട്ടി കൊടുത്താൽ മതി. പെട്ടെന്ന് സ്പീഡ് എടുത്തോളും. അത്രയും കംഫർട്ടായിട്ട് നമുക്കൊരു വണ്ടിക്കൊരു രീതിയിലുള്ള ഒരു ഗിയർ ചേഞ്ച് ഉള്ള ഒരു ഫീൽ പോലും വണ്ടിക്ക് ഫീൽ ചെയ്യാത്ത അത്രയും ബട്ടർ സ്മൂത്താണ് ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ. പിന്നെ ഡുവൽ ഡിസ്ക്കാണ് വരുന്നത്. ബ്രേക്കിനെ പറ്റിയൊന്നും ഞാൻ ഇങ്ങനെ ഇതിൻ്റെ നമ്മുടെ ഡിസ്കിൻ്റെ സൈസോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ വേണ്ടവർ വേറെ വല്ല റിവ്യൂ നോക്കേണ്ടി വരും. എനിക്ക് അതിനെ പറ്റിയൊന്നും പറയാൻ അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ബ്രേക്ക് നല്ല ബ്രേക്കിംഗ് ആണ്. നമുക്ക് അത്യാവശ്യം സ്പീഡിലാണെങ്കിലും നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള ബൈറ്റ് തന്നെയാണ് വരുന്നത് ബ്രേക്കിൽ. ഫ്രണ്ട് ബ്രേക്കും ആണെങ്കിലും ബാക്ക് ബ്രേക്ക് ആണെങ്കിലും സെയിം റെസ്പോൺസീവ് ആയിട്ടുള്ള ബ്രേക്കാണ്. പിന്നെ ലുക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. എനിക്ക് ഈ ബൈക്കിൻ്റെ ലുക്ക് അടിപൊളി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബൈക്ക് എടുക്കാൻ കാരണം. എല്ലാവർക്കും ചിലപ്പം ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഈ വണ്ടിക്ക് തന്നെ 2 അഭിപ്രായം പറയുന്നവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. രസമുണ്ടെന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ കോപ്പി അടിച്ചു എന്ന് പറയുന്നവരുണ്ട്. ഇനി കോപ്പി അടിച്ചതാണെങ്കിലും കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും ചെറിയ വണ്ടിയിൽ നിന്നാലും കോപ്പി അടിക്കില്ല. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടിയിൽ നിന്നാണല്ലോ കോപ്പി അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആ വലിയ വണ്ടിയുടെ ലുക്കിലുള്ളൊരു വണ്ടി നമ്മുടെ കയ്യിലുണ്ടാവുമെന്ന് പറഞ്ഞാൽ കോപ്പി അടിച്ചതോ വാട്ടവർ എന്തായാലും നമുക്ക് ബാധിക്കുന്ന വിഷയമല്ല. നമുക്ക് ഭംഗിയുള്ളൊരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ വേണ്ടത്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കോപ്പി അടിച്ചതാണെങ്കിലും അല്ലെങ്കിലും ഇതിൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും ചിലപ്പോൾ, എനിക്കറിഞ്ഞൂടാ, ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടില്ല. പക്ഷേ എന്തായാലും ഉണ്ടാവും, ഒരു സംഭവത്തിന് എന്തായാലും 2 അഭിപ്രായം ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ ഫ്രണ്ട് ലുക്കാണെങ്കിലും അതുപോലെ ബാക്ക് ലുക്ക്, ഈ രണ്ടും കിഡിൽ ലുക്കാണ്. ഈ ഒരു ആംഗിളിൽ നിന്നുള്ള ലുക്ക് ഭയങ്കര മാരകമാണ്. ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടേജ് എനിക്കൊന്നൊരു കവാസാക്കിയുടെ Z900 ഒക്കെ ഒരു ഫീൽ എന്ന് വെച്ചാൽ ആ സെയിം ലുക്ക് എന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു വണ്ടി നിർത്തിയിടുമ്പോൾ ആ ഒരു സെയിം ഫീൽ നമുക്കവിടെ ഫീൽ ചെയ്യും.
അതുപോലെ തന്നെ വലിയ റേഡിയേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുള്ള റേഡിയേറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചളി നല്ല രീതിയിൽ അതിൻ്റെ അകത്തോട്ട് തെറിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ കുഴപ്പം. ഈ മഡ് ഗാർഡ് ഇച്ചിരി ചെറുതാണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചളി അതിനകത്തോട്ട് വരും. ക്ലീൻ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. ഒരു ചെറിയ സമയമെടുത്ത് ക്ലീൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നല്ല രീതിയിൽ അത് നാശമാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇച്ചിരി സമയമെടുത്ത് ക്ലീൻ ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ പെട്ടത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അതിനകത്തൊക്കെ ചളിയുണ്ട്. നമ്മൾ പ്രഷർ വാഷ് ചെയ്യുമ്പോൾ വാഷ് ചെയ്യാറുണ്ട്, എന്നാലും അതിനകത്ത് പിടിച്ചിരിക്കുന്ന ചളിയൊന്നും അത്ര പെട്ടെന്നൊന്നും പോവില്ല. പിന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനാമിക് ഹെഡ്ലൈറ്റാണ് വരുന്നത്, ഡൈനാമിക് ബാക്ക് ലൈറ്റാണ് വരുന്നത്. പിന്നെ സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. 5 മോഡാണ് വരുന്നത്. ഡൈനാമിക് ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 80 കിലോമീറ്റേഴ്സ് എബോവ് പോകുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ പവർ കുറച്ചുകൂടെ കൂടുമെന്നാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര വിസിബിളായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ വണ്ടി എടുത്ത ഒരു സമയത്ത് എനിക്ക് ഇച്ചിരി അങ്ങനെ വരുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കങ്ങനെ നോക്കിയിരുന്നാലൊന്നും കാണുന്ന രീതിയിൽ വിസിബിൾ ആവില്ല. മേ ബി നമുക്ക് തോന്നാത്തതായിരിക്കും, സ്ഥിരം ഓടിച്ച് നടക്കുന്നതുകൊണ്ട് മേ ബി തോന്നാത്തതാണോ എന്തെന്ന് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് അത്ര വിസിബിളായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ എമർജൻസി ബ്രേക്കിംഗ് ചെയ്യുവാണെങ്കിൽ ടെയിൽ ലാമ്പ് ബ്ലിങ്ക് ചെയ്യും. അതും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനി ഞാനങ്ങനെ എമർജൻസി ബ്രേക്കിംഗ് ചെയ്തപ്പം അത് ബ്ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. പക്ഷേ അത് ഉള്ള ഫീച്ചറാണ്, അത് കാണാൻ പറ്റും, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഇച്ചിരി റിസ്ക്കിയാണ്. ഒരു 50-60 എബോയിൽ പോയിട്ടൊരു എമർജൻസി ബ്രേക്കിംഗ് ചെയ്തിട്ടൊക്കെ ചെക്ക് ചെയ്യണം. ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. പക്ഷേ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കിടപ്പുണ്ട് ചെക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും. സേഫ്റ്റി ഫീച്ചേഴ്സാണ് അതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഇതെല്ലാം ബേസ് വേരിയൻറ്റിലാണ്. ഇത് ബേസ് വേരിയൻ്റ് ആണ്, അത് ഞാൻ പറയാൻ മറന്നുപോയി. ബേസ് വേരിയൻ്റ് ആണ് ഇത് അപ്പാച്ചെ RTR 310. സോ അതുകൊണ്ട് തന്നെ അതിൽ തന്നെ ക്വിക്ക് ഷിഫ്റ്റർ, ക്രൂസ് കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, ഡൈനാമിക് ഹെഡ് ലാമ്പ്, ഡൈനാമിക് ബാക്ക് ലൈറ്റ്, 5 റൈഡിംഗ് മോഡ്സ്, TFT ഡിസ്പ്ലേ, എല്ലാ ഫീച്ചേഴ്സും ആവശ്യമുള്ള നമുക്ക് ഒരു നോർമലി ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ വരുന്നത് പിന്നെ കൂളൻ സീറ്റ് വരുന്നുണ്ട്, ഹോട്ട് ആൻഡ് കൂൾ സീറ്റ് വരുന്നുണ്ട് ടോപ്പ് എൻഡ് വേരിയൻറ്റിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് ഇലക്ട്രോണിക് ഫീച്ചേഴ്സാണ് പിന്നെ വരുന്ന ഈ കോർണറിങ് ABS, കോർണറിങ് ക്രൂസ് കൺട്രോൾ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഇതിൽ ABS എല്ലാം ബേസായിട്ട് തന്നെ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഈ ബേസ് വണ്ടി എടുക്കുന്നത് തന്നെ അത്യാവശ്യം വെർത്താണ്, അതിലൊരു കുറവുമില്ല. ടോപ്പ് എൻഡ് എടുക്കേണ്ട ആവശ്യം ശരിക്കും വരുന്നില്ല. പക്ഷേ ഹോട്ട് ആൻഡ് കൂൾ സീറ്റ് അല്ലെങ്കിൽ ട്രാക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോർണറിങ് ABS, കോർണറിങ് ക്രൂസ് കൺട്രോൾ എന്നുള്ള പരിപാടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് എൻഡ് എടുക്കാം. പിന്നെ ഒരു നോർമലി നമുക്ക് ടൂർ ചെയ്യാനോ അല്ലെങ്കിൽ എന്താവശ്യത്തിന് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇപ്പോൾ ഈ ബേസ് മോഡലിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. 5 റൈഡിംഗ് മോഡ്സാണ് വരുന്നത്: അർബൻ, റെയിൻ, സ്പോർട്ട്, ട്രാക്ക് ആൻഡ് സൂപ്പർ മോട്ടോ. അതിൽ അർബൻ നോർമൽ നമ്മൾ കമ്മ്യൂട്ട് ചെയ്യാനുള്ള നമ്മുടെ സിറ്റി റൈഡിങ്ങിനൊക്കെ ബെസ്റ്റാണ്. റെയിൻ മോഡിൽ മഴയുള്ളപ്പം ഇടാനുള്ള മോഡാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ABSലാണ് ഇതിൻ്റെ മെയിൻ വരുന്നത്. അർബണിലും റെയിനും നമ്മൾ നോക്കുമ്പം ABSൻ്റെ ഫങ്ഷനിലാണ് മാറ്റം വരുന്നത്, അല്ലാതെ വേറെ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഒന്നുമില്ല. ABS കുറച്ചുകൂടെ ഷാർപ്പായിരിക്കും, റെയിനിൽ ഫുള്ളി കേപ്പബിൾ ആയിരിക്കും. അർബണിൽ ഒരു ABS ഇച്ചിരി കുറവായിരിക്കും, കാരണം നമുക്ക് ഓരോ റൈഡിങ് മോഡിൽ ആ രീതിയിൽ ബ്രേക്കിംഗ് പറ്റുന്ന ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് സ്പോർട്ടാണ്. സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ പവറാണ്, ഫുൾ പവർ ഓണാവും. അതുപോലെ തന്നെ ട്രാക്കും ഫുൾ പവർ ഓണാണ്. അതിൽ എന്തൊക്കെ സ്പോർട്ടിൽ കമ്പാരിറ്റീവ്ലി ABS ഇച്ചിരി കുറവായിരിക്കും, കാരണം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. സ്പോർട്ട് മോഡിൽ ABSൻ്റെ ഫങ്ഷൻ ഇച്ചിരി കുറയും എന്ന് വെച്ചാൽ അതിൻ്റെ കുറയുമെന്ന് വെച്ചാൽ ഫങ്ഷൻ പോകുന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ABSൻ്റെ ആ ഒരു ഷാർപ്നെസ് ഉള്ള മാറ്റമാണ് പറയുന്നത്. പിന്നെ ട്രാക്കിലും അതുപോലെ തന്നെയാണ്. സൂപ്പർ മോട്ടോ മോഡ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ ABS ഓഫ് ആയിരിക്കും. നമുക്ക് ഈ ചെറിയ ഓഫ് റോഡും പരിപാടികളൊക്കെ ചെയ്യണമെങ്കിൽ ഈ മോഡ് യൂസ് ചെയ്യാം. പക്ഷേ ഓഫ് റോഡൊക്കെ ചെയ്യാൻ ഞാൻ ഈ കണ്ടീഷനിൽ ഓഫ് റോഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ വരുന്നത് പ്ലാസ്റ്റിക് ആണ്. സോ അടി തട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അതൊക്കെ കസ്റ്റം ചെയ്തിട്ട് ഓഫ് റോഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ചെറിയ രീതിയിൽ ഓഫ് റോഡൊക്കെ ചെയ്യാം കേട്ടോ. ഈ അടി തട്ടുന്ന രീതിയിലുള്ള പരിപാടികൾക്കൊന്നും ഈ രീതിയിലുള്ള ബൈക്ക് പറ്റില്ല. കാരണം ഇതൊരു സ്ട്രീറ്റ് വണ്ടിയാണ്, നെയ്ക്ഡാണ്, അതുപോലെ തന്നെ സ്ട്രീറ്റുമാണ്. സ്ട്രീറ്റ് വണ്ടികൾ ഓഫ് റോഡിന് അത്ര കേപ്പബിൾ അല്ല എന്ന് പറയൂല. പക്ഷേ അതിൻ്റെ ഷേപ്പും
അതിൽ യൂസ് ചെയ്യുന്ന ഡിസൈനൊന്നും അതിന് അനുയോജ്യമല്ല. ഇതാണ് DRL ഓണാക്കി കഴിയുമ്പോഴുള്ള ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലുക്കാട്ടോ ഈ ഒരു DRL. അത്യാവശ്യം പവറല്ല, അതിൻ്റെ ഒരു ക്വാളിറ്റി ഭയങ്കര അടിപൊളിയാണ്. നോർമൽ വണ്ടികളിൽ വരുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററാണ്. നല്ല ക്വാളിറ്റിയുള്ള DRL തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ഇരുട്ടായി കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി വർക്കായിക്കോളും ഹെഡ്ലൈറ്റ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബ്രൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ബ്രൈറ്റ് നമുക്കിത് ഇതിൽ തന്നെയാണ് പാസും ബ്രൈറ്റൊക്കെ ഒന്ന് തന്നെയാണ് വരുന്നത്. ബ്രൈറ്റ് നമുക്ക് ഓൺ ചെയ്യാം, പക്ഷേ നോർമൽ ഡിമ്മ് ഓട്ടോമാറ്റിക്കാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ വെളിച്ചം വേണമെങ്കിൽ നമുക്ക് ബ്രൈറ്റ് യൂസ് ചെയ്യാം. പക്ഷേ ഇരുട്ടായി കഴിഞ്ഞാൽ ഒരു 3 to 5 സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആവും. അത്യാവശ്യം നല്ല ആക്യുറേറ്റ് ആണ്. എനിക്കിതുവരെ അങ്ങനെ ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ചില ഏരിയാസിൽ പോകുമ്പോൾ അവിടെ ചിലപ്പോൾ മരങ്ങളുടെ ഡെൻസിറ്റി കാരണമുള്ളൊരു ഇരുട്ടുണ്ടാവും. അതാണെങ്കിൽ ഇങ്ങനെ മരങ്ങൾ കുറവുള്ളിടത്ത് നിന്ന് പിന്നെ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ വരാം. അങ്ങനത്തെ ചില കൺഫ്യൂസിങ്, ഇപ്പോൾ ഇതിനെ സെൻസറിന് കൺഫ്യൂസ് ആവുന്ന സിറ്റുവേഷനിലുള്ള ചെറിയ ലാഗ് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ബാക്കി നൈറ്റ് അല്ലെങ്കിൽ മോർണിംഗ് ടു നൈറ്റിലോട്ട് മാറുന്ന സിറ്റുവേഷനിലൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. ആക്യുറേറ്റ് ആണ്, പക്ക ആക്യുറേറ്റ് ആണ്. അതിൻ്റെ സെൻസർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഞാനത് നമ്മങ്ങനെ കൈ വെച്ചാൽ അറിയാൻ പറ്റും. ഇവിടെ കൈ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ്റെ സൈഡ് നോക്കുമ്പോൾ ഇച്ചിരി റഫാണ് സസ്പെൻഷൻ, ഇച്ചിരി ഹാർഡാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡൽസിലൊക്കെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നുണ്ട്. സോ ആ രീതിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് എടുക്കാം. അതാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സസ്പെൻഷൻ. ഇതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, ഓൾറെഡി ഉള്ള സസ്പെൻഷൻ യൂസ് ചെയ്യേണ്ടി വരും. ഇതിന് വേറെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്കിത് ഓക്കെയാണ്. ഇച്ചിരി സ്റ്റിഫാണ് സസ്പെൻഷൻ. പക്ഷേ ഡെയിലി കമ്മ്യൂട്ടിങ്ങും ഞാൻ ടൂറിങ്ങും ചെയ്യാറുണ്ട്. പക്ഷേ രണ്ടിലും എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. കാരണം റൈഡിങ് സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടാണ്. അതുകൊണ്ട് എനിക്കത് അത്ര ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ മീറ്ററിൽ അത്യാവശ്യം ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മെനുവിൽ പോവുകയാണെങ്കിൽ റൈഡിങ് മോഡ്സ് ഉണ്ട്. പിന്നെ ട്രിപ്പ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ട്രിപ്പ് A, ട്രിപ്പ് B, ട്രിപ്പ് C, ഡെയിലി ട്രിപ്പ് മീറ്റർ. ഈ ഡെയിലി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് എത്ര ഓടി, അത് എപ്പോഴാണ് റീസെറ്റ് ആവുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് കാണിക്കുന്നത് 13 കിലോമീറ്ററാണ്. ശരിയാണ്, ഞാൻ ഇന്ന് 13 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെ എവിടെയും പോയിട്ടൊന്നുമില്ല. 3 ട്രിപ്പ് ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ നമുക്ക് ഈ മെയിൻ മെനുവിൽ ഏത് ട്രിപ്പ് വേണമെന്നുള്ളത് നമുക്കത് കസ്റ്റം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ 4 ഓപ്ഷന് നമുക്ക് ഇവിടെ എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് മാനുവൽ കസ്റ്റം ചെയ്യാം. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ട്രിപ്പ് ആയി ഓഡോമീറ്റർ, ആവറേജ്, മൈലേജ്, റേഞ്ച്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സെറ്റിങ്സൊക്കെ അകത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്ന മൈ വെഹിക്കിൾ എന്നുള്ള ഓപ്ഷനാണ്. ഇതിനകത്ത് സർവീസ് എവിടെയാണ് കാണിക്കുന്നുണ്ട്. എൻ്റെ സർവീസ് വരുന്നത് ഈ മാസം 14-ാം തീയതിയാണ് എൻ്റെ സർവീസ് വരുന്നത്. ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായും എത്ര കിലോമീറ്റർ ആയെന്ന് കാണിക്കുന്നുണ്ട്. കിലോമീറ്റർ വൈസ് ആണെങ്കിൽ 5000-ലാണ് വേണ്ടത്. പക്ഷേ എൻ്റെ 4047 ആയിട്ടുള്ളൂ കഴിഞ്ഞ സർവീസ് കഴിഞ്ഞിട്ട്. പിന്നെ പക്ഷേ എനിക്ക് ഡേറ്റ് ആയതുകൊണ്ട് എനിക്ക് നെക്സ്റ്റ് വീക്ക് സർവീസ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. സർവീസിൻ്റെ വിശേഷങ്ങളും ബാക്കി എത്ര എമൗണ്ട് ആവും എന്നുള്ളതൊക്കെ ഞാൻ സർവീസിന് ശേഷം ഞാൻ പറയാം, എന്തൊക്കെ ചേഞ്ചസാണ് വന്നതെന്നുള്ളത്. പിന്നെ ഇവിടെ സൈഡിൽ ഇപ്പോൾ നമ്മൾ മെനു എടുത്തു കഴിഞ്ഞാലും സൈഡിൽ അത്യാവശ്യം ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഇപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെനു എടുക്കുകയാണെങ്കിൽ തന്നെ സ്പീഡ്, റേഞ്ച്, RPM, കൂളൻ ടെമ്പറേച്ചർ ആൻഡ് ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റിങ്സ്, ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി ഇതിനകത്ത് തന്നെ കാണുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് റെക്കോർഡാണ്. മൈലേജ് ഇതിൽ എത്രയെന്ന് കാണിക്കുക. എനിക്കിപ്പോൾ കാണിക്കുന്നത് 25 കിലോമീറ്റേഴ്സാണ്. അത് ഞാൻ കുറച്ച് ഈ ഒരു സിറ്റി ഏരിയയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. നമ്മളൊരു ടൂറൊക്കെ ചെയ്യുകയാണെങ്കിൽ 35 വരെയൊക്കെ കാണിക്കാറുണ്ട്. പിന്നെ ടോപ്പ് സ്പീഡ് എത്രയാണെന്നുള്ളതാണ്. 0 to 60 എത്ര എടുത്തു, ആവറേജ് സ്പീഡ് എത്രയാ എന്നൊക്കെയുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ ലാപ്പ്, ഇത് ട്രാക്ക് ആവശ്യങ്ങൾക്കുള്ളതാണ് ഈ ലാപ്പ്. ഞാനിതുവരെ നോക്കിയിട്ടില്ല. പിന്നെ വരുന്ന ഡോക്യുമെൻറ്റ്സ് ആണ്. നമുക്കിതിനകത്ത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് TVSൻ്റെ ആപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഇതിനോട്ട് ആഡ് ചെയ്യാം. പിന്നെ പ്രിഫറൻസ്, ഇതിനകത്ത് ഡൈനാമിക് ഹെഡ്ലൈറ്റ് ഓഫ് ആക്കാം, വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാനുവൽ ആക്കാം. അത് മാനുവൽ ആക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കീ ഓൺ ആക്കുമ്പോൾ തന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആകും. എനിക്കത് ഇഷ്ടമല്ല. കീ ഓൺ ആക്കുമ്പോൾ DRL ഓൺ ആവുന്നതാണ് അതിൻ്റെ ഭംഗി. ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യും കീ ഫസ്റ്റ് ടൈം ഓൺ ആക്കുമ്പോൾ ഹെഡ്ലൈറ്റും കൂടെ ഓൺ ആവുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ ഹെഡ്ലൈറ്റ് ഓഫായിട്ട് DRL മാത്രമായിട്ട് നിൽക്കും. പിന്നെ വരുന്നത് DRL നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യാം. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാം. ഇപ്പോൾ വണ്ടിയിൽ ഇച്ചിരി സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ട്രാക്ഷൻ കൺട്രോൾ ശരിയാവില്ല, അതുകൊണ്ട് അത് ഓഫ് ചെയ്യാൻ പറ്റും. ക്വിക്ക് ഷിഫ്റ്റർ ഓഫ് ചെയ്യാൻ പറ്റും. കണക്ടിവിറ്റി വരുന്നുണ്ട്. പേഡ്, ഇത് നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാം. കോൾസ് ഇതിൽ കാണും.
അതുപോലെ തന്നെ നാവിഗേഷൻ കാണും. നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ മാപ്പല്ല, ആക്ച്വലി ടേൺ ടു ടേൺ നാവിഗേഷൻ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ കോൾ ഡിസ്പ്ലേ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് കാണിക്കും. അത് ആക്യുറേറ്റ് ആണെന്ന് വെച്ചാൽ എനിക്ക് അത്ര തോന്നിയില്ല കേട്ടോ. കാരണം നമ്മൾ കോൾ വന്നു കഴിഞ്ഞാൽ കോൾ കട്ടായി കഴിഞ്ഞാലും ആ പേര് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ചില സമയത്ത് കേട്ടോ. ഫുൾ ടൈം ഒന്നുമില്ല. പിന്നെ കസ്റ്റം ബിഡ്ജറ്റ്, ഇതിനകത്താണ് നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റുന്നത്. ഈ 1 2 3 4 എന്നുള്ളത് ആ 4 താഴെ നമ്മൾ നേരത്തെ താഴെ കാണിച്ചിട്ടുള്ള 4 സെറ്റിങ്സാണ്. ഇവിടെ നമ്മൾ ഓഡോമീറ്റർ ഇതെല്ലാം കാണിച്ചില്ല ഞാൻ, അതാണ്. അപ്പോൾ അത് കസ്റ്റം ചെയ്യാനുള്ള സെറ്റിങ്സ് ആണിത്. പിന്നെ സ്പീഡ് അലേർട്ട് നമുക്ക് 80 വേണേൽ എത്ര വേണേൽ നമുക്ക് കസ്റ്റം ചെയ്യാം. ഇത്രയാണ് മീറ്ററിലെ മെനുവിൽ വരുന്നത്. പിന്നെ ഇത് മീറ്ററിൽ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ RPM മീറ്റർ, ഓഡോമീറ്റർ. ഇവിടെ മോഡ് കാണിക്കും, മോഡ് പിന്നെ ടൈം കാണിക്കുന്നുണ്ട്, കൂളൻ ടെമ്പറേച്ചർ, ഫ്യൂവൽ, കിൽ സ്വിച്ച് ഓൺ ആയതുകൊണ്ട് ഓഫ് ആയതുകൊണ്ട് കിൽ സ്വിച്ച് കാണിക്കുന്നുണ്ട്. കിൽ സ്വിച്ച് ഓൺ ആയതുകൊണ്ട് സൈഡ് സ്റ്റാൻഡ് കാണിക്കുന്നുണ്ട്, ലോ ഫ്യൂവൽ ആയതുകൊണ്ട് ലോ ഫ്യൂവൽ കാണിക്കുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. പിന്നെ മോഡ് അനുസരിച്ചിട്ട് ഇതിൻ്റെ സ്റ്റൈലും മാറുന്നുണ്ട്. ഇപ്പോൾ ഇത് റെയിൻ മോഡായി, അപ്പോൾ ഇത് ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നൊരു സ്റ്റൈലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് സ്പോർട്ട് മോഡാകുമ്പം RPM മീറ്ററൊക്കെ കൂളൻറ്റും മൊത്തം മാറിയിട്ടുണ്ട്. RPM മീറ്റർ മുകളിലോട്ട് ആയി ഈ ഒരു സ്റ്റൈലായിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിലും മാറ്റം വരുന്നുണ്ട്. പിന്നെ ട്രാക്ക് മോഡാകുമ്പോൾ കംപ്ലീറ്റ്ലി പിന്നെയും മാറി. അർബൻ മോഡാകുമ്പോൾ ഈ ഒരു സ്റ്റൈലും ആവും. പിന്നെ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ആകുമ്പോൾ ഈ വൈറ്റ് തീം ബ്ലാക്ക് തീമാവും. ബ്ലാക്ക് അല്ല, ഡാർക്ക് തീം എന്ന് വെച്ചാൽ ഒരു ബ്ലൂയിഷ് തീമിലോട്ടാണ് പോകുന്നത്. അതൊരു ബ്ലൂ തീമാവും. ഇത്രയാണ് മീറ്ററിലെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ സ്വിച്ചസ് വരുന്നത് ഇത് ക്രൂസ് കൺട്രോളറാണ്. ഇത് പിന്നെ മെനു കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസാണ്. ഇൻഡിക്കേറ്റർ, ഹോണ്, കിൽ സ്വിച്ച്, ഇത്രയാണ് വരുന്നത്. കിൽ സ്വിച്ച് തന്നെയാണ് പവർ ഓഫും സെൽഫും രണ്ടും അതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടണാണ്. ക്രൂസ് കൺട്രോളിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി ഒരു 50 km എബോവ് മിനിമം വേണം. ഒരു 50 ഓക്കെയാണ്. 50 ആയി ചിലപ്പോൾ 50 എബോവ് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റ് ആവില്ല, ഓൺ ആവും. ആൻഡ് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ആക്കി കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ആവും. പിന്നെ ആക്ടിവേറ്റ് ആയി നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടിലോട്ട് തന്നെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ബട്ടൺ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കൂടും, താഴോട്ടാക്കിയാൽ സ്പീഡ് കുറയും. ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ പണിയൊന്നുമില്ല. ഒന്നെങ്കിൽ ഏതെങ്കിലും ബ്രേക്ക് പിടിച്ചാൽ മതി, ഡീആക്ടിവേറ്റ് ആയിക്കോളും. ജസ്റ്റ് ബ്രേക്കിൽ കാല് വെച്ചാൽ തന്നെ തട്ടിയാൽ തന്നെ ക്രൂസ് കൺട്രോൾ ഡീആക്ടിവേറ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ് വരുന്നത്. അത് ബേസ് മോഡലിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയിൽ നമ്മളെ ഇപ്പം ഗ്ലൗസ് ഇടാതെ ഓടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടുത്തായിരിക്കും നല്ലേ. പക്ഷേ ഗ്ലൗസ് ഇട്ട് ഓടിക്കുമ്പോൾ കുറച്ച് വിട്ടിരിക്കുന്നത് നല്ലത്. കാരണം ഗ്ലൗസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പാഡും കൂടെ വരുമ്പോൾ തട്ടും. സോ അതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ടയേഴ്സ് വരുന്നത് മിഷലിൻ്റെ റോഡ് 5 ആണ്. അത്യാവശ്യം നല്ല റോഡിലും വെറ്റ് സർഫസിലും നല്ല രീതിയിൽ കംഫർട്ട് വരുന്ന ടയറാണ്. ഓഫ് റോഡ് ഇച്ചിരി പണിയാണ്. ഇച്ചിരി ചളിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചുമ്മാ കിടന്ന് കറങ്ങും. ചളിയോ വല്ല പുല്ലോ ഒക്കെ ആണെങ്കിൽ തന്നെ കിടന്ന് കറങ്ങിക്കോളും. അപ്പോൾ ആ ഒരു കുഴപ്പമുണ്ട്. ഫ്രണ്ടിലും റോഡ് 5 തന്നെയാണ്. പക്ഷെ നല്ല വെറ്റ് റോഡിലും ആൻഡ് നോർമൽ റോഡ്സിലൊക്കെ നല്ല കിടിലം കംഫർട്ടാണ്. ബ്രേക്കിംഗ് അടിപൊളിയാണ്. അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. അത്രയും കംഫർട്ടബിൾ ടയേഴ്സാണ്. പിന്നെ ചെയിൻ വരുന്നത് നോർമൽ ചെയിനാണ് ഇതിന് വരുന്നത്. BTO വേർഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് എൻഡ് വേർഷൻസിലൊക്കെ ബ്രാസ് കോട്ടഡ് ചെയിൻ വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ലൈഫുള്ള ചെയിനാണെന്ന് തോന്നുന്നു. വേറെ വലിയ ഡിഫറൻസ് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇച്ചിരി ലൈഫ് കൂടുതലായിരിക്കും ഈ നോർമൽ ചെയിനേക്കാളും. മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ കിട്ടുന്നത് ഒരു 25 to 30 ആണ്. 28 ഒക്കെ കിട്ടും. നോർമൽ കമ്മ്യൂട്ടിങ് നമ്മുടെ സിറ്റി റൈഡ് ആണെങ്കിൽ, ഞാൻ ഡെയിലി ഓഫീസ് യൂസൊക്കെ ചെയ്യുമ്പോൾ 27, 28 ഒക്കെയാണ് കിട്ടാറ്. ആ സ്ഥാനത്ത് നമ്മളൊരു ലോങ് റൈഡ് പോവുകയാണെങ്കിൽ, ഒരു ടൂറൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 35 വരെ കിട്ടും. അത്യാവശ്യം ഹൈവേസൊക്കെ ഉണ്ടെങ്കിൽ അതും ക്രൂസ് കൺട്രോളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എഫിഷ്യൻ്റായിട്ട് ഓടിക്കാൻ പറ്റും ഈ വണ്ടി. അതാണ് ഈ വണ്ടിയുടെ ഒരു വേറെ പ്രത്യേകത. നമുക്കിതിനെ എക്കണോമിക്കലി ഓടിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ടൂർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു ഹൈവേ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു 70-75 ക്രൂസ് കൺട്രോൾ ലോക്ക് ചെയ്തിട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം മൈലേജ് തരും. ഒരു 35 വരെ എനിക്ക് മീറ്ററിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് എനിക്ക് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം പിന്നെ മിക്സ്ഡ് റൈഡിങ് ആയിരിക്കും. നമുക്കൊരു പ്രോപ്പർ മൈലേജ് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും 30 എബോവ് എന്തായാലും കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ പെട്രോൾ അടിച്ചത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടാറുണ്ട്. പിന്നെ പ്രോപ്പർ മൈലേജ് ഒക്കെ വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാൻ ചെക്ക് ചെയ്ത് ഞാൻ ഒന്നുകൂടെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് നെഗറ്റീവ്സ്, മെയിൻലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വൈബ്രേഷനാണ്. അതൊരു നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ സിംഗിൾ സിലിണ്ടർ വണ്ടികൾക്ക് വൈബ്രേഷൻ ഓൾറെഡി ഉള്ളതാണ്. പിന്നെ ഇതിനകത്തൊരു
7000 RPM മുകളിൽ പോയി കഴിഞ്ഞാൽ വലിയ വൈബ്രേഷൻ ഒന്നുമില്ല, കൂളായിരിക്കും. അപ്പോഴേക്കും നമ്മളൊരു 80 അബോവ് സ്പീഡ് എത്തി കാണും. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് കൂളാണ്, ശാന്തമായി ഓടിച്ചുകൊണ്ട് പോകും, ഒരു വൈബ്രേഷനും ഇല്ല. ആ ഒരു 5000 RPM അത്യാവശ്യം വൈബ്രേഷൻ ഉണ്ട്. പിന്നെ ഹാൻഡിലോട്ട് വൈബ്രേഷൻ വരുന്നത് കൊണ്ട് തന്നെ അവർ തൊട്ട് മുന്നേ ഈ സാധനം, ഇതിൻ്റെ ഈ വെയിറ്റ് സംഭവമില്ലേ, ഇത് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. പുതിയ വണ്ടികൾക്ക് ഈ സൈസാണ് വരുന്നത്. ഇതിൻ്റെ മുന്നത്തെ ഇച്ചിരി കൂടെ ചെറുതായിരുന്നു, എന്നുവെച്ചാൽ വെയിറ്റ് ഇച്ചിരി കുറവുള്ളതായിരുന്നു. പക്ഷേ അവർ പുതിയ വണ്ടികൾക്ക് ഇതാ വരുന്നതുകൊണ്ട് ഇതിന് മുന്നേ സെയിലായ വണ്ടികൾക്കും ഇത് ഫ്രീ ആയിട്ട് തന്നെ TVS മാറ്റി തന്നിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് പിന്നെ അഡീഷണൽ പൈസ കൊടുത്ത് മാറ്റേണ്ട കാര്യമില്ലല്ലോ. അവർ തന്നെ വണ്ടി തിരിച്ച് വിളിച്ചു, സർവീസ് സെൻ്ററിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ അപ്ഡേഷനും ചെയ്തു തന്നു, അതുപോലെ തന്നെ ഈ സാധനം മാറ്റി തന്നു. അപ്പോൾ ഹാൻഡിലോട്ടുള്ള വൈബ്രേഷൻ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. കാരണം ഇതിൻ്റെ സൈലൻസർ വരുന്നത് ഇതിനകത്തൂടെയാണ്. റിവേഴ്സ് ഇൻക്ലൈൻഡ് ടെക്നോളജി എങ്ങാണ്ടാണ് അവർ TVS പറയുന്നത്. നമ്മുടെ BMW G310 310 GS അതിലൊക്കെ വരുന്ന ഈ സെയിം എഞ്ചിൻ തന്നെയാണ്. ഇതിലൂടെയാണ് സൈലൻസറിൻ്റെ പൈപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഹീറ്റ് അടിക്കും. അതും നമ്മൾ കുറച്ച് ഓടിയിട്ട് നിർത്തിയിടുമ്പോഴേ ഹീറ്റ് വരത്തുള്ളൂ. വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു ഹീറ്റില്ല. നമ്മൾ എവിടെയെങ്കിലും ഒരു മിനിറ്റൊക്കെ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ചെറിയ രീതിയിൽ ഹീറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഈ റൈഡിങ് പാൻറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ജീൻസ് ഇടുമ്പോഴും വലിയ സീനില്ല. നമ്മൾ ഈ നോർമൽ കോട്ടൺ പാൻറ്റൊക്കെ ഇടുമ്പോൾ ഇച്ചിരി ഹീറ്റ് ഫീൽ ചെയ്യാറുണ്ട്. അല്ലാതെ വലിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഒന്നുമില്ല. അവിടെ നിന്നാണ് ഹീറ്റ് വരുന്നത്. ഇനി എനിക്ക് തോന്നിയിട്ടുള്ളതിൻ്റെ നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ ഹീറ്റിംഗ് ഇഷ്യൂ ഞാൻ പറഞ്ഞു. പിന്നെ ഈ സീറ്റിൻ്റെ ഇവിടെ നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഒരു സൈഡിൽ അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അതിനകത്ത് വന്നിട്ട് നമ്മൾ പിറ്റേ ദിവസമാണെങ്കിലും അവിടെ ചിലപ്പോൾ ഉണങ്ങി കാണില്ല. അപ്പോൾ നമ്മൾ പാൻറ്റൊക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ ആ ഭാഗത്ത് നനയുന്നുണ്ട്. അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ട് ആ സീറ്റിനെ. ഈ വെള്ളത്തിൻ്റെ റിലേറ്റഡ് ഇരിക്കാനുള്ള ഡിസ്കംഫർട്ടല്ല, ഈ മഴ പെയ്ത് കഴിയുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. അത്യാവശ്യം നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്. അതെന്താണ് അത്ര ഗ്യാപ്പ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാപ്പ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് വന്നിട്ടുള്ള കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എനിക്ക് വാങ്ങിച്ചതിന് ശേഷം ഇതുവരെ അത്ര വലിയ കംപ്ലയിൻറ്റ്സ് ഒന്നും വന്നില്ല. ഇതിനിടയ്ക്ക് ഒരു കൊടൈക്കനാൽ പോയി വരുന്ന വഴി ഈ എൻജിൻ വാർണിംഗ് ലാമ്പ് ഇങ്ങനെ കത്തി കിടക്കുന്നൊരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓണാക്കിയതുകൊണ്ട് കത്തുന്നത്, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫാവേണ്ടതാണ് ശരിക്കും. അങ്ങനെ അത് പോകുന്നില്ലായിരുന്നില്ല. അപ്പോൾ ഞാൻ സർവീസ് സെൻ്റർ വിളിച്ചപ്പം ചെറിയ എറേഴ്സ് എന്തെങ്കിലും ആയിരിക്കും, വണ്ടി ഓടാനോ വേറെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു ഓടിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടിച്ച് വന്ന് സർവീസ് സെൻ്റർ കാണിച്ചു. അവരത് പെട്ടെന്ന് എനിക്ക് റെഡിയാക്കി തന്നു. ഞാൻ കൊച്ചിൻ TVSലാണ് സർവീസിന് കൊടുക്കാറ്, വൈറ്റിലുള്ള നല്ല സർവീസാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇതുവരെ ഈ വണ്ടി ഇത് വന്നിട്ടില്ല എന്ന് തന്നെ എൻ്റെ ഓർമ്മ. ഇനിയിപ്പോൾ ഞാൻ സർവീസിന് കൊണ്ടുപോകുമ്പം വേറെ ബ്രേക്ക് പാഡിൻ്റെ ലൈഫ് എങ്ങനെയാണ്, ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം, അതാവും നല്ലത്. പിന്നെ എനിക്കിതിൻ്റെ സൈലൻസർ അത്ര ഇഷ്ടമല്ല. കാരണം ഓൾറെഡി G310ലും 310 GSലും RR 310ലും എല്ലാം വന്നുള്ള സെയിം സൈലൻസറാണ്. സൗണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്, എന്നല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇല്ല. വലിയൊരു സൈലൻസറാണ്. ശരിക്കും അവർക്ക് കുറച്ചുകൂടെ അതൊന്ന് ചെറുതാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ ഒരു മോഡലോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. പിന്നെ സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്തത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ഈ ചെയിൻ ലൂബ് ചെയ്യാനും വാഷിങ്ങിൻ്റെ സമയത്തൊക്കെ ഇച്ചിരി പാടാണ്. പെഡോക് സ്റ്റാൻഡ് വാങ്ങിക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് പിന്നെ ഈ രീതിയിലുള്ള സ്ട്രീറ്റ് ബൈക്സ് ആണെങ്കിലും കുറച്ച് 300cc അബോവ് വരുന്ന ബൈക്കുകൾക്കൊന്നും സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി അതിൻ്റെ ലുക്കോ അല്ലെങ്കിൽ വേറെ വല്ലതും അങ്ങനെ ആയിരിക്കും. ലുക്ക് വെച്ചിട്ട് തന്നെ ആയിരിക്കും. കാരണം സെൻറ്റർ സ്റ്റാൻഡ് ആകുമ്പോൾ എന്തായാലും അവിടെ ഒരു സംഭവം കാണുമല്ലോ. മേ ബി അതുകൊണ്ടായിരിക്കാം. വട്ടെവർ എന്തായാലും അതില്ലാത്തതൊരു പല സമയത്തും നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് ചെയിൻ ലൂബ് ചെയ്യാനൊന്നും പറ്റില്ല അതില്ലാത്തത്. കാരണം ആരെങ്കിലും വന്നിട്ട് ഇത് രണ്ട് സൈഡും ഇങ്ങനെ പൊക്കിയിട്ട് ഹെൽപ്പ് ചെയ്ത് തന്നാലേ നമുക്ക് ലൂബ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട്. ആക്ച്വലി അതൊരു നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് അല്ല. പക്ഷേ അത് നമുക്ക് ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന ഒരു പോർഷനാണത്. അതാണ് ഞാനത് പറയാൻ കാരണം. വേറെ ഇതുവരെ എനിക്ക് ഇതിൽ നിന്ന് വേറെ എവിടെയെങ്കിലും ഒരു സൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കിറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. വേറെ കംപ്ലയിൻറ്റുകളും അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സ്വിച്ചസ് ഓക്കെയാണ്. സ്വിച്ചസിൻ്റെ കംപ്ലയിൻറ്റ്സോ അല്ലെങ്കിൽ ബ്രേക്ക് റിലേറ്റഡ് വേറെ അങ്ങനത്തെ യാതൊരു ലൈറ്റ് റിലേറ്റഡ് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. 8500-600 കിലോമീറ്റേഴ്സ് അങ്ങോട്ട് ആയിപ്പോൾ ഓൾറെഡി. ഇനി നെക്സ്റ്റ് വീക്കാണ് ഇതിൻ്റെ 3rd സർവീസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്, അതിലെന്തൊക്കെ ചേഞ്ച് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അത് കഴിഞ്ഞ് വേറൊരു വീഡിയോ ഞാൻ പറയാം. ഇതിപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഈ വണ്ടീനെ പറ്റി എന്തെങ്കിലും അറിയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ അറിയണം. കാരണം ഞാൻ ഈ ബൈക്കിൻ്റെ റിവ്യൂസ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ഞാനൊന്നും ചെയ്യാറില്ല. ഇതൊരു പുതിയ ചാനലാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഇടണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഈ വണ്ടീനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നെങ്കിൽ ചോദിച്ചാൽ മതി. കാരണം ഞാനിപ്പോൾ ഒരു 1 ഇയർ ആയിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
8,000 കിലോമീറ്റേഴ്സായി. സോ ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഈ വണ്ടീനെ പറ്റി ഏത് രീതിയിലുള്ള ഡൗട്ടാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം, ഞാൻ അതിന് മറുപടി തരാം. വീഡിയോ ആയിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. വണ്ടി ഓടിച്ചിട്ടും കൂടിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അത് ലൈറ്റ് പോയി ഓൾറെഡി. ഇവിടെ പോയി ലൈറ്റൊക്കെ പോയി, നല്ലൊരു സൺസെറ്റ് ഉണ്ട് അവിടെ. ഇതൊരു കോറി ഏരിയ ആണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ കുറച്ച് ഇപ്പുറത്തുള്ളൊരു ഏരിയ ആണ്. എവിടെയും സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാൽ. സോ അപ്പോൾ ഇത് ഓടിച്ചിട്ടുള്ള വീഡിയോ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഓടിച്ച് കാണിക്കേണ്ട കാര്യമില്ല, അതോ ഞാൻ ഇങ്ങനെ ചെയ്തേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, ഞാൻ വണ്ടി ഓടിച്ച് റൈഡിങ് സീറ്റിൽ ഇരുന്നിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാം. പിന്നെ അപ്പോൾ വീണ്ടും പറയുന്നു, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ മെസ്സേജ് അയച്ചാലും മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരാം, മെസ്സേജിന് റീപ്ലൈ തരാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ. ഇപ്പോൾ ഇത് നൈറ്റായി, ഹെഡ്ലൈറ്റ് ഓണായി, കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതിപ്പോൾ വൈറ്റാണ് ഇതിൻ്റെ തീം ഇരിക്കുന്നത്. ഈ വൈറ്റ് മാറും. ഇപ്പോൾ ഓൾറെഡി ലൈറ്റ് പോയിട്ടുണ്ട്. കുറച്ചുകൂടെ നമ്മൾ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ, ഇച്ചിരി കൂടെ ഒന്ന് ഇരുട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ തീം ഒരു ബ്ലൂയിഷ് തീമിലോട്ട് മാറും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ക്ലച്ച് ജസ്റ്റ് റിലീസ് ചെയ്താൽ മാത്രം മതി, വേറെ ആക്സിഡൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, വണ്ടി മൂവ് ആയിക്കോളും. ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഇച്ചിരി റോഡില്ലാത്ത വഴികളാണെങ്കിലും മൂവ് ആയിക്കോളും. പില്യൻ വെച്ചിട്ടാകുമ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും, കാരണം വെയിറ്റ് മാറുവാണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുഴപ്പമുണ്ടാകും. പക്ഷേ ഇത് സ്റ്റിൽ നമുക്ക് ഒറ്റയ്ക്കാവുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് ചുമ്മാ തീം ഇപ്പതേ ബ്ലൂ ആയിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കാണ്, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക് അങ്ങ് ആയിക്കോളും. ഹെഡ്ലൈറ്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത്രയും വിസിബിലിറ്റി നമുക്കുണ്ട്, അതും ഓവർ ഡാർക്ക് ആയിട്ടില്ല, എന്നിട്ട് പോലും ലൈറ്റ് ഇത്രയും വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ ബ്രൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബ്രൈറ്റ്, കണ്ടോ? ഓക്കെ, സോ അത്രയേ ഉള്ളൂ.